ബഹുമാനിയായ വിശ്വാസികളെ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് അവൻ അയച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്കനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ഭയപ്പെട്ട് ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് അല്ലാഹു തആല. അവനെ തഖ്വ ചെയ്ത് അവനെ അനുസരിച്ച് അവന്റെ റസൂലിനെ പിൻപറ്റി ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങളെയും കൂട്ടുകുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ അബദ്ധങ്ങൾ, വീഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികൾക്ക് അവരുടെ കബറിടങ്ങൾ അല്ലാഹു തആല സന്തോഷത്തിലാക്കട്ടെ. അവരെയും നമ്മയും നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പരിശുദ്ധമായ കലാമിലെ സൂറത്തുൽ ബഖറയിലെ 197-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് ഹജ്ജു അശ്ഹുറുൽ മഅലൂമാത്ത്. ഹജ്ജ് എന്നത് അറിയപ്പെട്ട മാസങ്ങളാണ്. നിങ്ങൾക്കറിയാം, ഫമൻ ഫറദ ഫീഹിന്നൽ ഹജ്ജ, ആ മാസങ്ങളിൽ ആരെങ്കിലും ഹജ്ജ് നിർവഹിക്കുകയാണെങ്കിൽ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്, ആ ഹജ്ജിൽ റഫസുകൾ പാടില്ല, സ്ത്രീ സല്ലാപങ്ങൾ, സംസർഗങ്ങൾ പാടില്ല, ഭാര്യ ഭർത്തൃ സംസർഗങ്ങൾ പാടുള്ളതല്ല, വലാ ഫുസൂഖ, ഫുസൂഖുകൾ പാടുള്ളതല്ല, അന്യരെ വേദനിപ്പിക്കുക, അന്യരെ വിഷമിപ്പിക്കുക, നാവിനെ സൂക്ഷിക്കാതിരിക്കുക, ഇതൊന്നും പാടുള്ളതല്ല. വലാ ജിദാല ഫിൽ ഹജ്ജ്, ഒരു തർക്കം പോലും ആ ഹജ്ജിൽ പാടുള്ളതല്ല. അങ്ങനെ ആ നിലക്ക് ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾ ആ നിലക്ക് തന്നെ ആ വിശുദ്ധമായ കഅബയിലും അതിന്റെ ചാരത്തും നിലനിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന നിബന്ധനകൾ പാലിച്ചുകൊണ്ട് പൂർണ്ണമായും ശാരീരികമായ, മാനസികമായ, ആത്മീയമായ ശുദ്ധി കൈവരിച്ചുകൊണ്ട് വേണം ഹജ്ജിൽ നിന്ന് നിങ്ങൾ വിരമിക്കാൻ. നിങ്ങൾ എന്ത് നന്മ ചെയ്താലും അല്ലാഹു അതറിയുന്നുണ്ട്. നിങ്ങൾ ഭയക്കേണ്ടതില്ല, നന്മകൾ നഷ്ടപ്പെട്ടു പോകുമോ, ഞങ്ങളുടെ ക്ഷമയും ഞങ്ങളുടെ ത്യാഗവും ഞങ്ങളുടെ വിട്ടുവീഴ്ചയും എല്ലാം ഇല്ലാതായി പോകുമോ എന്ന് നിങ്ങൾ ഒരിക്കലും ഭയക്കേണ്ടതില്ല. നിങ്ങൾ എന്ത് ഖൈറ് നിങ്ങൾ ചെയ്താലും അത് അല്ലാഹു അറിയുന്നുണ്ട്. അല്ലാഹ് കൃത്യമായി അത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ യാത്രക്കൊരുങ്ങണം. നിങ്ങൾ യാത്രക്കൊരുങ്ങണം. യാത്രക്കൊരുങ്ങണം എന്നതിന് പണ്ഡിതന്മാർ മുഫസ്സിറുകൾ 2 തഫ്സീറുകൾ പറയുന്നുണ്ട്. അതൊന്ന് ഹജ്ജ് യാത്രക്ക് തന്നെയാണ്, രണ്ടാമത്തേത് മരണയാത്രക്കൊരുങ്ങണം എന്നാണ്. ഹജ്ജ് യാത്രക്കും നിങ്ങളുടെ മരണയാത്രക്കും നിങ്ങൾ ഒരുങ്ങണം. നിങ്ങളുടെ മരണത്തിന് വേണ്ടി, മരിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറായി നിൽക്കണം. കാരണം ഏത് സമയത്തും വന്ന് വിളിച്ചോണ്ട് പോകും. നിങ്ങളെ ഒരു മുന്നറിയിപ്പ് തരൂല, ഒരു മെസ്സേജ് അയക്കൂല, ഞാൻ വരുന്നുണ്ടോ, റെഡിയായി നിന്നോട്ടോ എന്നൊരു മെസ്സേജ് മരണത്തിന്റെ ദൂതൻ, മരണത്തിന്റെ മലക്ക് നൽകൂല. അങ്ങനെ നൽകിയ ആരുമില്ല. ഒരു മെസ്സേജ് നേരത്തെ തന്നെ പന്നിട്ട് റെഡിയായി നിന്നോ. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ റെഡിയായി നിന്നോളി. നിങ്ങൾ അന്ത്യയാത്രക്ക് ഹജ്ജ് ഒരു നിലക്ക് ആദ്യകാലങ്ങളിൽ അന്ത്യയാത്ര ആയിരുന്നു. തിരിച്ചു വരൂലേ എന്നൊന്നും അറിയൂല. എല്ലാ ബാധ്യതകളും തീർത്ത് ഇതൊക്കെയാണ് ഹജ്ജിന് പോകുന്നത്. കപ്പലിലും നടന്നുമൊക്കെയാണ് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ജീവനോടെ തിരിച്ചു വരുമെന്ന് അറിയൂല. അപ്പൊ രണ്ടും ഒന്നെ. നിങ്ങൾ മരിക്കാൻ തയ്യാറായി നിങ്ങൾ ജീവിക്കുക. ഇതാണ് ഒരു മുസ്ലിം. ഒരു മുസ്ലിമിന് ദുനിയാവില്ല. മുസ്ലിമിന് ദുനിയാവ് എന്നത്, ദുനിയാവ് മുസ്ലിമിന്റെ ലക്ഷ്യം അല്ല. ദുനിയാവിലെ സുഖഭോഗങ്ങൾ മനുഷ്യർ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് നഷ്ടപ്പെടും. എത്ര ദുനിയാവിന്റെ പിറകെ ഓടി തളർന്നാലും നീ അത് ഒരു ദിവസം നിരാശപ്പെട്ട് അവിടെ ഇരിക്കും. എത്ര ദുനിയാവ് സമ്പാദിച്ചാലും അതെല്ലാം കയ്യിലുള്ളതും പോക്കറ്റിലുള്ളതും ബാങ്കിലുള്ളതും ATM-ലുള്ളതും ഗൂഗിൾ പേയിൽ
ബാക്കിയുള്ളതും എല്ലാം ഇവിടെ ഭൂമിയിലിട്ട് ഒന്നുമില്ലാതെ ശൂന്യമായ കൈകളോടെ ഏത് വലിയ ബില്യണയർ ആയാലും തിരിച്ചു പോകുന്നില്ല. പിന്നെ എന്തിനാണ് ഇതിന്റെ പിന്നാലെ ബോധമില്ലാതെ ഓടുന്നത്? എന്തിനാണ് മനുഷ്യന്മാരെ? 2 നേരം തിന്നണം, അല്ലെങ്കിൽ 3 നേരം തിന്നണം, മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, മഴ നനയാത്ത വെയില് കൊള്ളാത്തൊരിടത്ത് മക്കളെ പാർപ്പിക്കണം, വേറൊരുത്തന്റെ മുമ്പിൽ ചെന്ന് കൈനീട്ടേണ്ട അവസ്ഥ അവനവനും മക്കൾക്കും ഉണ്ടാകരുത്. ആരെങ്കിലും പ്രയാസപ്പെടുന്നത് കണ്ടാൽ അവനെ സഹായിക്കണം, സദഖ ചെയ്യണം, നിർബാധികൾക്കും അല്ലാത്തവർക്കും. ഇതിന്റെ അപ്പുറം ദുനിയാവ് യഥാർത്ഥത്തിൽ വിശ്വാസിക്കും ആവശ്യം. വിശ്വാസിക്കുന്ന ഒരു മനുഷ്യന് ആവശ്യമില്ല. ഇതൊരു വേസ്റ്റ് ഇടപാടാണ്. പരലോകത്തെ മറന്നുകൊണ്ട് ദുനിയാവിന്റെ പിന്നാലെ പായുക എന്നുള്ളത് വേസ്റ്റ് ഇടപാടാണ്, ബുദ്ധിശൂന്യം. ഇത് ഇസ്ലാമികമായിട്ട് പറയാനായിരുന്നു. എന്താണ് അതിനുള്ള ബുദ്ധി? കുറെ നാള് 1000 കിലോ സ്വർണം ഞാൻ ഇങ്ങനെ കൈ പിടിച്ചോണ്ട് നടക്കുക, 1000 കിലോത്തിന്റെ സ്വർണം എന്ന് പറഞ്ഞ് നാട്ടുകാരെ മുമ്പിൽ ഇങ്ങനെ കൈ പിടിച്ചോണ്ട് നടക്കുക. എന്റെ മരണത്തിന്റെ സമയമാകുമ്പോ അത് വേറൊരാളെ കൈ കൊടുത്തിട്ട് ഞാൻ നേരെ ഖബറിലോട്ട് പോവാ. എന്ത് അർത്ഥമാണ് ഇതിനുള്ളത്? അല്ലാഹു തആല ഇനി പറയുന്നു, നിങ്ങളുടെ ഏറ്റവും നല്ല പാഥേയം, യാത്രക്കൊരുങ്ങുമ്പോൾ നിങ്ങളുടെ ഏറ്റവും നല്ല നിങ്ങളുടെ പാഥേയം, യാത്രാ വിഭവം നിങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്താണ്? കുറെ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോവാം, കുറെ പൈസ കൊണ്ടുപോവാം, കുറെ കമ്പിളിപ്പുറത്ത് കൊണ്ടുപോവാം, കുറെ തലയണ കൊണ്ടുപോവാം, കുറെ പായ കിടക്കേ കട്ടിലും കൊണ്ടുപോവാം. ഇതൊക്കെ മനുഷ്യന്റെ താൽക്കാലികമായി ആവശ്യമുള്ള കാര്യം. പക്ഷെ എന്താണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്? തഖ്വയാണ് യഥാർത്ഥ പാഥേയം. യാത്രക്ക് ഒരുങ്ങുന്ന മനുഷ്യർ, മരണയാത്രക്ക് ഒരുങ്ങുന്ന മനുഷ്യർ, അന്ത്യയാത്രക്ക് ഒരുങ്ങുന്ന എല്ലാവരും അന്ത്യയാത്രക്ക് ഒരുങ്ങുകയാണ്. എല്ലാവരും ജനിച്ചു വീണ കുട്ടി അന്ത്യയാത്രക്ക് ഒരുങ്ങിയിട്ടാണ് കുട്ടി വരുന്നത്. പണ്ഡിതന്മാര് പറയാറുണ്ട്, 2 ബാങ്ക് കൊടുക്കാറുണ്ട്. ഒരു ബാങ്ക് നിസ്കാരില്ലാത്തൊരു ബാങ്കും ബാങ്കില്ലാത്തൊരു നിസ്കാരവും എന്ന് പണ്ഡിതന്മാര് പറയാം. നിസ്കാരില്ലാത്ത ബാങ്ക് എന്നുള്ളത് കുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ വീട്ടിൽ കൊടുക്കുന്നതാണ്. അതിനെപ്പറ്റിയൊക്കെ കർമ്മശാസ്ത്രപരമായി അഭിപ്രായവ്യത്യാസങ്ങളുണ്ട്, അവിടെ നിൽക്കട്ടെ. പക്ഷെ അതിന്റെ പിന്നിലുള്ള ചില കാര്യങ്ങളെ പറ്റി പണ്ഡിതന്മാര് പറഞ്ഞത് എന്താണ്? ആ ബാങ്ക് ഉണ്ടല്ലോ, ആ ബാങ്ക് ആ കുട്ടിയുടെ മരണത്തിന്റെ സമയത്ത് നമസ്കാരമുണ്ട്. അയാളുടെ മരണത്തിന്റെ സമയത്ത് നിസ്കാരമുണ്ട്, മയ്യത്ത് നിസ്കാരം. ആ മയ്യത്ത് നിസ്കാരത്തിന് എന്തില്ല? ബാങ്ക് ഇല്ല. ആ ബാങ്കാണ് കൊടുത്തേക്കണം. അപ്പൊ മരിക്കാൻ റെഡിയായിട്ടാണ് ഭൂമിയിലേക്ക് തന്നെ ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരണത്തിനും ജീവിതത്തിനും ഇടക്കുള്ള ചെറിയ സമയം, ആ ചെറിയ സമയത്ത് മനുഷ്യൻ നേടേണ്ടത് തഖ്വയാണ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ മനുഷ്യന്മാരെ നമുക്ക് സാധിച്ചാൽ വിജയിച്ചു. വത്തഖൂനി യാ ഉലിൽ അൽബാബ്, ശ്രദ്ധിക്കണം. ബുദ്ധിയുള്ളവരെ വിളിച്ചത് അല്ലാഹ്, മുസ്ലിങ്ങളെ എന്നല്ല. എന്നെ നിങ്ങൾ സൂക്ഷിക്കൂ. യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ, ചിന്തിക്കുന്നവരെ, ബുദ്ധിയുള്ളവരെ, നിങ്ങൾ സൂക്ഷിച്ച് നിങ്ങൾ ജീവിക്കൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറഞ്ഞത്. യാത്രക്കൊരുങ്ങണം, മരണയാത്ര റെഡിയായി നിൽക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, രാവിലെ നീ റെഡിയായി നിൽക്കണം. വൈകുന്നേരത്തിനുള്ളിൽ മലക്കുൽ മൗത്ത് നിന്നെ വന്ന് വിളിക്കാൻ സാധ്യതയുണ്ട്. വൈകുന്നേരം നീ പ്രതീക്ഷിക്കേണ്ട. രാവിലെ ആയാൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ രാവിലെ നീ പ്രതീക്ഷിക്കണ്ട. പ്രതീക്ഷിക്കണ്ട എന്ന യാഥാർത്ഥ്യമാണ്. നമുക്കൊന്നും പറ്റൂല. ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു സാധനം ഭൂമിയിലിടുക മനുഷ്യന്. എല്ലാ സാധനത്തിനും ഗ്യാരണ്ടി ഉണ്ട്. മൊബൈലിൽ എല്ലാത്തിനും ഗ്യാരണ്ടി. മനുഷ്യരുടെ ഗ്യാരണ്ടി ഒരു ഗ്യാരണ്ടി ഇല്ല. 242 ആളുകൾ ഇന്നലെ ഈ സമയത്ത് 1/17 242 ആളുകൾ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് വിമാനം കയറി അത് പറന്ന് ഒരു 100, 200, 250, 300 അല്ലെങ്കിൽ 1 കിലോമീറ്ററിന്റെ അപ്പുറം അത് പോയില്ല. അത് അവിടെ അവസാനിച്ചു. ഒരാളുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന കാര്യം
എത്രയോ 242 ആളുകൾ എന്ന് പറഞ്ഞാൽ 242 കുടുംബങ്ങളാണ്. 242 വ്യക്തികളാണ്, 242 കുടുംബങ്ങളാണ്. എത്രയോ ജീവിതങ്ങൾ ബാക്കി കിടക്കുന്ന, എത്രയോ സ്വപ്നങ്ങളുള്ള, എത്രയോ പ്ലാനിങ്ങുകളുള്ള, എത്രയോ തീരുമാനങ്ങളുള്ള, എത്രയോ ആവശ്യങ്ങളുള്ള, എത്രയോ വിഷയങ്ങളുള്ള, സാമ്പത്തികമായി പല പല കാര്യങ്ങളുള്ള 242 കുടുംബങ്ങൾ. ആ വിമാനം ചെന്ന് വീണത് വേറൊരു ഹോസ്റ്റലിന്റെ മുകളിൽ. അവിടെയും മരിച്ചെന്ന് കേട്ടു. 10-60 ആളുകൾ, നാട്ടുകാരായ 10-60 ആളുകൾ അവിടെ വേറെ മരിച്ചു. ആരെങ്കിലും പ്രതീക്ഷിക്കുന്നതാണ് ഒരാൾ? ഏറ്റവും വലിയ വഞ്ചന എന്നുള്ളത് എന്താണെന്നറിയോ? ഏറ്റവും വലിയ വഞ്ചന എന്നുള്ളത് ഇവിടെയുള്ള ആധുനികരായ ആളുകൾ, ആധുനികത ചമന്നിരിക്കുന്ന ആളുകൾ, നിങ്ങളുടെ എല്ലാ സേഫ്റ്റിയും ഞങ്ങൾ നോക്കിക്കോളാട്ടോ, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളൊരു പടച്ചോനെ പേടിക്കണ്ട, നിങ്ങളൊരു നരകത്തെ പേടിക്കണ്ട, നിങ്ങളൊരു മരണത്തെ പേടിക്കണ്ട, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്ന ശാസ്ത്രം മതി, സയൻസ് മതി, സെക്യൂരിറ്റികൾ മതി. വിഐപിയും വിവിഐപിയും സെക്യൂരിറ്റികൾ, സെറ്റ് കാറ്റഗറിയുള്ള സെക്യൂരിറ്റികൾ ഇവിടെ ഉണ്ട്, അതൊക്കെ മതിട്ടോ. അതിന്റെ അപ്പുറം ഒരു ദൈവം എന്നുള്ളത് ഇല്ല എന്ന ആധുനികന്മാരുടെ, നിരീശ്വരവാദികളുടെ വാദങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ വഞ്ചനാപരമായ വാക്കാണ്. ഏറ്റവും വലിയ വഞ്ചന എന്നത് നിങ്ങൾക്ക് എല്ലാം ആധുനിക മെഡിക്കൽ സയൻസ് നോക്കിക്കോളൂ, ആധുനിക സയൻസ് ശാസ്ത്രം നോക്കിക്കോളും. എല്ലാം വികസിച്ചു കഴിഞ്ഞു. മനുഷ്യനെ സംരക്ഷിക്കാൻ മാത്രം, സഹായിക്കാൻ മാത്രം, മനുഷ്യന്റെ വിധി തീർപ്പുകൾ തീരുമാനിക്കാൻ മാത്രം സയൻസ് വളർന്നിട്ടുണ്ട്. ദൈവമൊന്നുമില്ല, അത് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന വാക്ക് ഏറ്റവും വലിയ വഞ്ചനയാണ്. മനുഷ്യൻ ഒരു ചുക്കല്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വർഷം തന്നെ 12ഓളം വിമാന അപകടങ്ങളുണ്ട്. ഈ വർഷം തന്നെ അത് കൂടുതലും അമേരിക്കയിലാണ്. അമേരിക്ക എന്ന് പറയുന്നത് നമുക്കറിയാലോ, നമ്മുടെ ഇന്ത്യന്റെ പിന്നെ പോട്ടെ ചോദിക്കാം, കാരണം അത്രേ ഉള്ളൂ. പക്ഷെ അമേരിക്ക എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യം, ആധുനികതയും എന്താ പറയാ പുരോഗമനവും, ശാസ്ത്രത്തിന്റെ അങ്ങേയറ്റത്തെ അപ്പോസ്തലന്മാരും ലോക പോലീസും എന്ത് തോന്നിയാസം ചെയ്യാൻ കെൽപ്പുള്ള ആളുകൾ എന്നുള്ള വീമ്പുള്ള അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ. അമേരിക്കയിൽ നിന്ന് വിമാനത്താവളങ്ങളിൽ നിന്ന് പറന്നു വരുന്നത്. അപ്പൊ അവര് നിങ്ങൾ സേഫ്റ്റി നമ്മൾ നോക്കിക്കോളാം. ആര് നമ്മൾ നോക്കിക്കോളാമെന്ന് 1400 കൊല്ലം മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളെ 2 കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അതിൽ ഒന്ന്, നീ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് നീ ഇറങ്ങുക. നിന്റെ കാറുണ്ട്, നിന്റെ ഫ്ലൈറ്റ് ഉണ്ട്, നിന്റെ സെക്യൂരിറ്റി ഉണ്ട്, നിന്റെ ആരോഗ്യം ഉണ്ട്, നിന്റെ പൈസ ഉണ്ട്, നിന്റെ പോലീസ് ഉണ്ട്, നിന്റെ പട്ടാളം ഉണ്ട്, ഇതൊന്നല്ല. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് മനുഷ്യന് ആശ്വാസം നൽകുന്ന വാക്കാണ്. അള്ളാന്റെ നാമത്തിൽ തവക്കൽതു അലല്ലാഹ്, ഞാൻ എന്നെ, എന്റെ മക്കളെ, എന്റെ കുടുംബത്തെ, എന്റെ ജീവിതത്തെ, അല്ലാഹ് എല്ലാം അറിയുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന ഒരുത്തനുണ്ട്, ഉണ്ടാകണം, അവനിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അവനെ കൊണ്ടല്ലാതെ ഒരു സഹായവും ഒരു ശക്തിയും ഇല്ല. യാഥാർത്ഥ്യമാണ്. നമ്മളിങ്ങോട്ട് വരും, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരും, ഞാൻ തിരിച്ച് ഇതേ ഉടമ്പുമായി, ഇതേ ശരീരവുമായി ഞാൻ എന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഒരാൾക്കും പറയാൻ കഴിയില്ല, ഒരാൾക്കും പറയാൻ കഴിയില്ല. പിന്നെന്തിന് ജീവിതം? പിന്നെന്തിന് ജീവിതം? അതാണ് അള്ളാഹ് പറഞ്ഞത്, നിങ്ങൾ പരലോകത്തേക്കുള്ള യാത്രയിലാണ്. പരലോകമാണ് യഥാർത്ഥ വീട്, പരലോകമാണ് യഥാർത്ഥ ഭവനം. അവിടത്തേക്കുള്ള നിങ്ങൾ സമ്പാദിച്ചു. കുറെ പൈസ, സ്ഥാനമാനങ്ങളാണ് അല്ല, തഖ്വ നിങ്ങൾ സമ്പാദിച്ചു. ആർക്കും പറ്റും. അല്ലാഹ് സൂക്ഷിച്ച് നിങ്ങൾ ജീവിച്ച, അല്ലാഹ് പറഞ്ഞ പോലെ ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നെ ആരാധിക്കൂ, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ തരാം, ഞാൻ നിങ്ങളെ സഹായിക്കാം, ഞാൻ നിങ്ങൾക്ക് വെള്ളം തരാം, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാം, ഞാൻ നിങ്ങൾക്ക് സുരക്ഷ തരാം, ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാം, ഞാൻ നിങ്ങളെ നരകത്തെ രക്ഷപ്പെടുത്താം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നോട് ചോദിച്ചോ, ഞാൻ തരാം എന്ന് അല്ലാഹ് പറഞ്ഞ പോലെ വേറെ ആര് പറഞ്ഞിട്ടുണ്ട്? ലോകത്ത് ആരാധിക്കപ്പെടുന്ന ലക്ഷക്കണക്കിന് വിഗ്രഹങ്ങളും ഖബറുകളും പലതും. ഇതിലാരെങ്കിലും നിങ്ങൾ എന്നെ ആരാധിക്കണം, ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരാം, നിങ്ങളെ ജനിപ്പിച്ചത് ഞാനാണ്, നിങ്ങളെ മരിപ്പിക്കുന്നത് ഞാനാണ്, നിങ്ങൾക്ക് വെള്ളം തരുന്നത് ഞാനാണ്, നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് ഞാനാണ്, നിങ്ങൾക്ക് സ്വർഗം തരുന്നത് ഞാനാണ്, നിങ്ങൾ എന്നെ അനുസരിക്കും, എന്ത് വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് ആരെങ്കിലും പറഞ്ഞു?
അല്ലാത്ത ആരെങ്കിലും പറഞ്ഞു? ഒരാളും പറഞ്ഞിട്ടില്ല. അള്ളാഹ് വ്യക്തമായിട്ട് വെല്ലുവിളിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ തെളിവുണ്ടാണ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ ഒരു പങ്കുണ്ടോ ആർക്കെങ്കിലും? ആരെങ്കിലും പറഞ്ഞതെന്ന് കൊണ്ടുപോകാം. ഒരു പങ്ക് ആകാശഭൂമികളിലെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു നിയന്ത്രണം നിങ്ങൾ ഈ പറയുന്ന, നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ പൂജിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ തലയെ കെട്ടിക്കൊണ്ട് നടക്കുന്ന ഈ ആളുകൾക്ക്, അത് മരിച്ചവരാകട്ടെ ജീവിച്ചവരാകട്ടെ, കല്ലാകട്ടെ മരമാകട്ടെ കബറാകട്ടെ ചന്ദ്രനാകട്ടെ ഇന്ദ്രനാകട്ടെ സൂര്യനാകട്ടെ ആരും ആകട്ടെ, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാനാണ് ശ്രദ്ധിച്ചത്, ഞാനാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്, ഞാനാണ് നിങ്ങളെ പരിപാലിക്കുന്നത്, എന്റെ അടുത്തേക്കാണ് നിങ്ങൾ വരുന്നത്, എന്റെ കയ്യിലാണ് സ്വർഗ്ഗമുള്ളത് പറഞ്ഞത് അല്ലാഹ് മാത്രം. ആ അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് ഒരു മനുഷ്യൻ ഇറങ്ങുന്നതിനേക്കാൾ വലിയ സമാധാനം വരുന്നുണ്ട്. ഒന്നത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സഹോദരങ്ങളെ, അഹങ്കാരം അത് തലക്ക് പിടിക്കരുത്. പലതും ഉണ്ട് എന്നതിന്റെ പേരിൽ ദീനും പള്ളി നിസ്കാരം ഈ കാര്യങ്ങളോട് ഒരു പുച്ഛം ആധുനിക സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ട്, യുവതലമുറകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഒരു വഞ്ചനയാണ്, അത് നിന്നെ വഞ്ചിക്കുകയാണ്. രണ്ടാമത് റസൂലുള്ളാഹി പഠിപ്പിച്ച കാര്യം, അത് നീ വീട്ടിൽ നിന്ന് ഇറങ്ങി നീ ഒരു വാഹനത്തിലേക്കാണെങ്കിലും, അതൊരു സൈക്കിളിലേക്കാണെങ്കിലും, അതൊരു സ്കൂട്ടറിലേക്കാണെങ്കിലും, ഒരു കാറിലേക്കാണെങ്കിലും, ഒരു ബസ്സിലാണെങ്കിലും, അത് വിമാനത്തിലാണെങ്കിലും കപ്പലിലാണെങ്കിലും, അവിടെ നീ പറയുക സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഇത് പറയാം. അതാണ് ആശ്വാസം, അതാണ് സേഫ്റ്റി, അതാണ് സുരക്ഷിതത്വം. ആ സുരക്ഷിതത്വ ബോധം ഒരു സേഫ്റ്റിക്കും ഒരു സേഫ്റ്റി എക്യുപ്മെന്റ്സിനും ആ പ്രാർത്ഥന നൽകുന്ന സുരക്ഷിതത്വ ബോധം നൽകാൻ കഴിയില്ല. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, ഇത് എനിക്ക് കീഴ്പ്പെടുത്തി തന്നവനായ അല്ലാഹ് നീ പരിശുദ്ധനാണ്. ഞങ്ങൾക്ക് ഇതിനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല, ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ല ഇത്, ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ല ഇത്. ഈ വാഹനം എന്റെ നിയന്ത്രണത്തിലല്ല, പൈലറ്റിന്റെ നിയന്ത്രണത്തിലല്ല, കപ്പിത്താന്റെ നിയന്ത്രണത്തിലല്ല, ഡ്രൈവറിന്റെ നിയന്ത്രണത്തിലല്ല. നമുക്ക് ചെയ്യാൻ കഴിയണ സേഫ്റ്റി നമുക്ക് ചെയ്യാം, പക്ഷെ കൺട്രോൾ അത് എന്റെ ഒരാളെ വെറുതെ വിട്ടു, എന്റെ മറ്റൊരെ, അത് അള്ളാന്റെ തീരുമാനം. നീ ആരാണ് ചോദിക്കാൻ? അത് റബ്ബിന്റെ തീരുമാനമാണ്. അത് പറയും ഒരാൾ രക്ഷപ്പെടുത്തു, ദൈവാധീനം, ദൈവം അയാളെ രക്ഷിച്ചു, മറ്റോരെയൊന്നും ദൈവം രക്ഷിച്ചില്ല, എന്റെ ദൈവം ക്രൂരനായി പോയി. അത് പടച്ചോന്റെ തീരുമാനമാണത്. ഓരോരുത്തർക്കും ഓരോ അവധി അവൻ നിശ്ചയിച്ചിട്ടുണ്ട്, മോളിലുള്ള തീരുമാനിച്ചിട്ടുണ്ട്. നിന്നോട് ചോദിച്ചിട്ടല്ല അത്. ആരെ എപ്പ മരിപ്പിക്കണം, എപ്പ എടുക്കണം, എപ്പ ജനിപ്പിക്കണം, ഇത് നിന്നോട് ചോദിച്ചിട്ടല്ല. നിന്നെ ജനിപ്പിച്ചത് യുക്തിവാദി. നിന്നോട് ചോദിച്ചിട്ടല്ല നിനക്ക് രണ്ട് കണ്ണ് തന്നത്. നിന്നോട് ചോദിച്ചിട്ടല്ല ഈ ഭൂമിയെ 7 തവണ ചുറ്റിയാലും തീരാത്തത്ര രക്തചംക്രമ വ്യവസ്ഥ, നരമ്പിന്റെ വ്യവസ്ഥ നിനക്ക് നിന്റെ ശരീരത്തിൽ ഫിറ്റ് ചെയ്തത്. നിന്നോട് ചോദിച്ചിട്ടല്ല. നിന്നോട് മറുപടി പറയേണ്ട ആവശ്യമില്ല. യുക്തിവാദി, നീ ചതിക്കുകയാണ് ലോകത്തെ, മനുഷ്യരെ ചതിക്കുകയാണ്, യുവതലമുറകളെ ചതിക്കുകയാണ്, യാഥാർത്ഥ്യത്തിൽ നിന്ന് മനുഷ്യരെ വഞ്ചിക്കുകയാണ് യുക്തിവാദികൾ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിൽ. ഇത് പടച്ചറപ്പിന്റെ തീരുമാനം, തീരുമാനിക്കുന്ന ഒരുത്തൻ ഉണ്ട് എന്നുള്ളതാണ്. മനുഷ്യരോട് ഗുണം പറയുന്നവൻ വ്യക്തമായി തുറന്നു പറയുന്ന കാര്യം, എല്ലാം മനുഷ്യരെ വിളിച്ചു പോകാൻ പറയുന്ന കാര്യം. അയ്യോ മനുഷ്യരെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ചെവി തുറന്ന് നിങ്ങൾ കേട്ടോളൂ. ഇത്തഖൂ റബ്ബക്കും വഖ്ശൗ യൗമ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കാം. വേറെ ഒരാളെ ബോധിപ്പിക്കണ്ട. ഇതെല്ലാവരും ബോധിപ്പിക്കലാണ്, പ്രകടനങ്ങളാണ്, പ്രകടനപരത. ഒരാളെ ബോധിപ്പിക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ബോധിപ്പിക്കാം, റബ്ബിനെ സൂക്ഷിക്കാം, റബ്ബിനെ പേടിക്കാം, റബ്ബിനെ ഭയക്കാം, റബ്ബിനെ അനുസരിക്കാം. ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടുക. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയും? ഒരു ജനൈതാവിനും തന്റെ
തൻ്റെ മകന്, തൻ്റെ മക്കൾക്ക് ഒരു ഉപകാരവും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ദിവസം, മരിച്ചു കഴിഞ്ഞാൽ മരണത്തിന്റെ ആ ദിവസം മുതൽ പരലോകം വരെ പറയാം, ഒരു ഉപകാരം ചെയ്തു കൊടുക്കാൻ കഴിയില്ല, ഒരു വാപ്പാക്കും കഴിയില്ല. ആ വാപ്പ ഏത് വലിയ അംബാനി ആണെങ്കിലും, ഏത് വലിയ ബിൽഗേറ്റ്സ് ആണെങ്കിലും കഴിയില്ല. ഒരു വാപ്പാക്കും മകന് ഒരു ഉപകാരവും ചെയ്തു കൊടുക്കാൻ കഴിയാത്തൊരു ദിവസം വരും. അത് കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ മനുഷ്യ സമൂഹം മുഴുവൻ കാണും. ഒരു മകനും തന്റെ വാപ്പാക്ക്, തന്റെ ഉമ്മാക്ക് ഒരു ഉപകാരവും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ദിവസം. അങ്ങനെ ഒരു ദിവസം വരും. ദിവസത്തെ സൂക്ഷിച്ചു. ആ ദിവസത്തിൽ നിങ്ങളെ രക്ഷിക്കുന്നത് എന്താണ്? കുറെ പൈസയാണോ? അല്ല. കുറെ സ്വർണ്ണമാണോ? അല്ല. നന്മകൾ. നന്മകൾ സ്വാലിഹായ ആർക്കും ചെയ്യാം. നീ ഇന്ന ജാതിയിൽ ജനിച്ചവർക്ക് രക്ഷയുണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. ഇന്ന വർഗത്തിൽ ജനിച്ചവർക്ക് രക്ഷയുണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. ഇന്ന ദേശത്ത് ജനിച്ചവർക്ക് രക്ഷയുണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. എന്തിന് ഇന്ന മതത്തിൽ ജനിച്ചവർക്ക് രക്ഷയുണ്ടെന്ന് പോലും ഖുർആൻ പറഞ്ഞിട്ടില്ല. മുസ്ലിമായി ആ റബ്ബിനെ കീഴ്പ്പെട്ട് ജീവിക്കണം, നന്മകൾ ചെയ്ത് ജീവിക്കണം, തിന്മകൾ ഒഴിവാക്കണം. അവന്റെ രക്ഷ ആർക്കാ പറ്റാത്തത്? ആർക്കാ ഇത് ഞങ്ങളുടെ വർഗത്തിൽ മാത്രമാണ് സ്വർഗം എന്ന ജൂതം പറഞ്ഞത്. ഞങ്ങളുടെ വർഗത്തിൽ മാത്രമാണ് സ്വർഗം. യഹൂദിയോ നസറയോ അല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കൂല. അപ്പൊ അവിടെ ഖുർആൻ നിങ്ങളുടെ തെളിവുകൾ കൊണ്ടാ അള്ളാഹ് നിങ്ങളുടെ വല്ല കരാറ് തന്നിട്ടുണ്ടോ? റബ്ബിനെ കീഴ്പ്പെട്ടുകൊണ്ട് കീഴ്പ്പെടണം. അഹങ്കാരങ്ങൾ മാറ്റിവെക്കണം. അള്ളാന്റെ മുമ്പിലും പടപ്പുകളുടെ മുമ്പിലും സൃഷ്ടിയുടെ മുമ്പിലും ഞാൻ മുണ്ടൂല, ഞാൻ അവരോട് മുണ്ടൂല. അവനെന്നെ കുറെ വേദനിപ്പിച്ചിട്ടുണ്ട്, അവൻ മറ്റവനാണ്, അവൻ എന്റെ കസാര തെറിപ്പിക്കണം, ഞാൻ മുണ്ടൂല. അഹങ്കാരങ്ങളെ മാറ്റിവെക്കണം. അത് മാറ്റി വെച്ചത് അള്ളാഹ്ക്ക് വേണ്ടി എല്ലാം മറന്നു. എല്ലാരും എന്നോട് ചെയ്തതെല്ലാം അതിങ്ങനെ തലയിൽ വെച്ച് പകയായിട്ട് വിദ്വേഷമായിട്ട് പിരാന്തായി നടക്കലല്ല. എല്ലാം മാറ്റിവെച്ചു. എല്ലാരോടുള്ള പകയും വിദ്വേഷവും അസൂയയും പുരുഷകളും എല്ലാം മാറ്റിവെച്ചു. ആർക്ക് വേണ്ടി? അവന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല, നല്ലത് പറയൂല ആരും, മറിച്ച് അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ എന്നിട്ട് നന്മകൾ കൂടി ചെയ്യാം. നന്മകൾ ചെയ്യണം പരമാവധി. അതെന്താ ചെയ്യാൻ പറ്റുക? ഏറ്റവും ലാസ്റ്റ് പ്രവാചകൻ മാത്രം പറഞ്ഞ വാക്കാണ്, നീ ഒന്ന് ചിരിച്ചാൽ അത് നന്മ. ഒന്ന് മനുഷ്യന്മാരെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്ക. പയ്യൻ കൊടുക്കാൻ കാശില്ലേ, വേണ്ട, ഒന്ന് ചിരിക്കാനുള്ളൊരു മനസ്സുണ്ട് എനിക്ക്. ചിരിച്ചാൽ കൂലി തരാമെന്ന് പറയുന്ന ലോകത്തിലെ ഏക മതം ഇസ്ലാം മതം. ചിരിച്ചാൽ കൂലി. വേറെ ഒരാളെ നമുക്കിന്ന് ചിരിക്കാൻ വല്ലാത്ത പ്രയാസമാണ്. ഒരാളെ മുഖത്തോക്കി ചിരിക്കാൻ വല്ലാത്ത പ്രയാസമാണ്. പ്രവാചകൻ സല്ലല്ലാഹു ചിരിക്കൽ സ്വതക്കയാണ്. ചിരിക്കുക എന്ന് സ്വതക്കയാണ് എന്ന് പൈസ കൊടുക്കൽ മാത്രമല്ല. ആയിരങ്ങള്, പതിനായിരങ്ങള്, ലക്ഷങ്ങൾ വിളിച്ചു കൊടുക്കാനൊന്നും നമുക്ക് നമ്മുടെ കയ്യിലുണ്ടാവണമെന്നില്ല. പക്ഷേ ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി അവൻ പല വേദനയിലായിരിക്കും അവൻ വന്നേക്കണത്. പക്ഷേ നമ്മൾ അവന്റെ മുഖത്ത് നോക്കി ഒരു ചിരി അങ്ങോട്ട് ചിരിക്കുന്നതോടുകൂടി ആ ഒരു തൽക്കാല നിമിഷത്തേക്കെങ്കിലും അവന്റെ വേദന മായ്ക്കാൻ ഒരു മനുഷ്യന് മുഅ്മിനിന് സാധിക്കുന്നുവെങ്കിൽ അതാണ് ഇഹ്സാൻ. ഞാൻ ബലം പിടിച്ച് ഞാനിങ്ങനെ നടക്കലല്ല. ഞാൻ വലിയ തഖ്വയുള്ള ആളാണ്, ഞാൻ വലിയ ഇൽമുള്ള ആളാണ്, ഞാൻ വലിയ സുന്നത്തിന്റെ ആളാണ്, ഞാൻ വലിയ സംഘടനന്റെ ആളാണ്, ഞാൻ വലിയ അവിടുത്തെ അതിന്റെ മെയിൻ ആളാണ് എന്ന് പറഞ്ഞ് ബലം പിടിച്ച് നടക്കുകയല്ല വേണ്ടത്. മനുഷ്യന്മാരെ കണ്ടാലും നന്നായിട്ട് ചിരിക്കാൻ ഏറ്റവും ചെറിയ അമലാണ്. വേണ്ട, റോട്ടിലൂടെ പോകുമ്പോൾ ഒരു മാലിന് ഒരു കല്ലുണ്ട്, ഒരു മരക്കഷ്ണം കണ്ട് അത് മാറ്റിയിട്ട കൂലിയാണ്. അള്ളാഹ് പറഞ്ഞത് കൂലിയാണ്. പ്രകടനങ്ങൾ കാണിച്ചിട്ട് കാര്യമില്ല. ഇവിടെ കുറെ കാര്യങ്ങൾ അള്ളാഹുവിന്റെ വാഗ്ദാനം ഒരു സംശയം വേണ്ട. അള്ളാഹ് തരാമെന്ന് പറഞ്ഞത് തന്നിരിക്കും. അള്ളാഹ് തരാമെന്ന് പറഞ്ഞത് തന്നിരിക്കും. ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കും. ദുനിയാവ് വഞ്ചനയാണ്. ദുനിയാവ് വഞ്ചനയാണ്. ദുനിയാവ് ആരും നേടിയിട്ടില്ല, ഒരാളും നേടിയിട്ടില്ല, നേടാൻ കഴിയില്ല.
ദുനിയാവ് ഇവിടെ തന്നെ ഉണ്ട്. ദുനിയാവിന്റെ സ്വർണ്ണം അത് ഇവിടെ തന്നെ ഉണ്ട്. ദുനിയാവില് 1000 കൊല്ലം മുമ്പ് 10000 കൊല്ലം മുമ്പ് ഉണ്ടായ സ്വർണം അത് ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ ആരും കൊണ്ടുപോയിട്ടില്ല. വെള്ളി അത് ഇവിടെ തന്നെ ഉണ്ട്. സ്ഥലങ്ങൾ, പറമ്പുകൾ അത് ഇവിടെ തന്നെ ഉണ്ട്. ഒരാളും കൊണ്ടുപോയിട്ടില്ല. കുറച്ചാണ് അനുഭവിക്കാം, കുറച്ചാള് തിന്നൻ കുടിക്കൊക്കെ ചെയ്യാം, വലിയതായി നടക്കാം. അതിനപ്പുറം ദുനിയാവ് സ്വന്താക്കാൻ ഒരാൾക്ക് ദുനിയാവ് നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ. വഞ്ചകൻ, മഹാവഞ്ചകൻ പിശാച് നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ. എന്നിട്ടുള്ള അന്ത്യനാൾ, അത് ഓരോ വ്യക്തിയുടെ അന്ത്യവും ഈ ലോകത്തിന്റെ അന്ത്യവും അതറിയുന്നത് അള്ളാഹു മാത്രം. അതറിയുന്നത് അള്ളാഹുവിനെ മാത്രമാണ്. മഴ എവിടെ, എത്ര, എപ്പോൾ പെയ്യണം തീരുമാനിക്കുന്നത് അള്ളാഹു മാത്രമാണ്. ഇപ്പൊ ചില ആൾക്കാർ കേൾക്കുമ്പോ മഴ പ്രവചിക്കുന്നുണ്ടല്ലോ, ആർക്കാ പ്രവചിക്കാൻ പറ്റാത്തത്? ഇതിപ്പോ അറേബ്യൻ ഉൾക്കടലിൽ, ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് പല മനുഷ്യന്റെ നിരീക്ഷണങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയിട്ട് അത് ഇങ്ങോട്ട് കാറ്റ് ഇങ്ങോട്ടാണ് അങ്ങോട്ടാണെന്ന് നോക്കിയിട്ട് അവിടെ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ ആർക്കാൻ പറ്റാത്തത് അതല്ല. ന്യൂനമർദ്ദം അതെപ്പോഴും ഉണ്ടാകും. അത് ക്ഷയിക്കുമോ, അതല്ല അത് വളർച്ച പ്രാപിക്കുമോ, അത് ഏത് ഭാഗത്തേക്ക് പോകും, അത് കൊടുങ്കാറ്റാണോ, അത് ചുഴലിക്കാറ്റാണോ, അത് എത്ര മഴയുണ്ട്, അത് പേമാരിയാണോ, അത് പ്രളയമാണോ, എന്താണെന്ന് ഒരാൾക്കും അറിയൂല. അമേരിക്ക കഴിയില്ല, പിന്നെ ഇന്ത്യക്ക് കേരളത്തിന് അറിയില്ല. ഗർഭപാത്രങ്ങളിൽ എന്താണുള്ളത്, ആണാണോ പെണ്ണാണോ എന്ന് മാത്രമല്ല, ആണാണോ പെണ്ണാണോ അവൻ എന്താണെന്ന്, ആരാണെന്നല്ല, അവൻ എന്താണ്, അവൻ എന്തായിത്തീരും, അവന്റെ ജീവിതം, അവൻ എന്ത് ഭൂമിയിലേക്ക് കാലെടുത്ത് വെക്കും, അവൻ എവിടെ ജീവിക്കും, അവൻ ആരെ വിവാഹം കഴിക്കും, അവൻ ആരുടെ മക്കളാകും, അവന്റെ സ്വത്തുവകകൾ, അവന്റെ ജോലി, അവന്റെ ഭക്ഷണം, അവന്റെ വെള്ളം, അവന്റെ മരണം, ഏത് ഭൂമിയിൽ സർവ്വതും അറിയുന്നതുണ്ട്. ഒരു നഫ്സിനും അറിയാൻ കഴിയൂല നാളെ എന്താ ഞാൻ സമ്പാദിക്കാം, നാളെ എന്താണ് എനിക്ക് സംഭവിക്കുക. 1/2 മിനിറ്റ് കൊണ്ടാണ് അഹമ്മദാബാദിലെ ആ വിമാനത്തിന് അപകടം. 1/2 മിനിറ്റ്, 30 സെക്കൻഡിനുള്ളിൽ എല്ലാം കഴിഞ്ഞു. 30 സെക്കൻഡിനുള്ളിൽ. ഖുർആൻ പറഞ്ഞത് എന്താണ്? നാളെ എന്ത് സംഭവിക്കും, നാളെ എന്നുള്ളത് എന്റെ അടുത്ത നിമിഷം എന്റെ നാളെയാണ്. നാളെ എന്നുള്ള നാളെ ശനിയാഴ്ച എന്ത് പറ്റും എന്നുള്ളതല്ല, എന്റെ അടുത്ത നിമിഷം എനിക്കെന്ത് സംഭവിക്കും എന്നൊരാൾക്കും അറിയൂല. ഞാൻ ഈ ശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ശ്വാസോച്ഛ്വാസം അത് അടുത്ത നിമിഷത്തിൽ ഉണ്ടാകൂലേ അറിയൂല, ഒരാൾക്കും അറിയാനായിട്ട് കഴിയില്ല. മനുഷ്യന്റെ അഹങ്കാരത്തെ മാറ്റി 24 മണിക്കൂർ പള്ളിയിൽ വന്ന് സുജൂദിൽ കിടക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന വാക്കുകളാണ്. ചിന്തിക്കണം. എന്നുവെച്ചാൽ 24 മണിക്കൂർ പള്ളിയിൽ കിടക്കണം എന്നല്ല പറഞ്ഞു. ചുരുങ്ങിയത് 5 നേരം പള്ളിയിലൂടെ ഭൂലോകം വിട്ടിയ അവനെ പോലെ വിട്ടി വേറില്ല. അള്ളാന്റെ ദീനനുസരിച്ച് ജീവിക്കാത്തവനേക്കാൾ വിട്ടി വേറില്ല. അത് മുസ്ലിമായി ഇസ്ലാം മതത്തിൽ ജനിച്ചിട്ട് ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിസ്കാരമില്ലാത്ത പരമ വിട്ടിയാണ്. അല്ലെങ്കിൽ ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ പറയാം, ഒന്ന് എന്നോട് സംസാരിക്കുന്നത് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഈ ദുനിയാവ് ആർക്ക് എവിടെ എന്ത് കിട്ടുന്ന പറയണ്ടേ, എന്താ മനസ്സിലാവുന്നില്ല. ഒരാൾക്കറിയാം നാളെന്ത് സംഭവിക്കുമെന്ന്, ഒരാൾക്കറിയാൻ കഴിയില്ല. വീട് പണിയും, പക്ഷെ ആ വീട്ടിൽ ഞാൻ ജീവനോടെ കയറുന്നു കഴിയില്ല. അന്നേരം മരിച്ച ആ പ്ലേറ്റിനുണ്ട്, പെൺകുട്ടിയുണ്ട്, അതിന്റെ വീടിന്റെ പണി ഏകദേശം 95% കഴിഞ്ഞിരിക്കണേ. പുതിയ വീട്ടിലേക്ക് പ്രവേശിക്കലൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാർക്ക്. നമുക്കറിയൂല. ഭാര്യ ഗർഭിണിയായിരിക്കും, വൈകുന്നേരം പ്രസവിക്കാൻ വെച്ചിട്ട് ആ കുട്ടി ഉണ്ടാവും, പ്രസവിച്ചിട്ട് കാണാൻ വാപ്പ വരും. പക്ഷെ വാപ്പ കാണണോ വേണ്ടേന്ന് തീരുമാനിക്കുന്നത് അള്ളയാണ്. ആ വാപ്പ തന്റെ കുഞ്ചുമോന്റെ മുഖം കാണണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത്
അള്ളാഹുവാണ്. ഉമ്മ കാണണോ വേണോ തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. 9 മാസം വയറ്റിലിട്ട് പുന്നാരിച്ച് പുറത്തേക്ക് വന്ന് കുട്ടി ജീവനോടിരിപ്പുണ്ട്, ഉമ്മ മരിച്ചുപോയി. എത്രയോ സംഭവങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആരെങ്കിലും. ഒരു മനുഷ്യർക്ക് അറിയാൻ കഴിയത് മനുഷ്യൻ എത്ര ദുർബലനാണ് എന്ന് മനുഷ്യനെ ബോധിപ്പിക്കുന്ന ആയത്താണ്. അഹങ്കരിക്കാൻ ഒരു ചുക്കില്ല. മനുഷ്യൻ എത്ര ദുർബലനാണ്, പാപമാണ് മനുഷ്യൻ. പക്ഷെ പിശാച് അവനെ വഞ്ചിക്കുകയാണ്. നീ എന്തൊക്കെ ആയിട്ടുണ്ട്, നീ എവിടെയൊക്കെ എത്തിയിട്ടുണ്ട് എന്ന് പിശാച് വഞ്ചിക്കുക. ഏത് ഭൂമിയിൽ വീണാണ് നീ മരിക്കുക എന്ന് പോലും നിനക്ക് അറിയില്ല. പറയേണ്ട ആവശ്യമില്ല. എവിടെ വെച്ചാണ് നിന്റെ മരണം എന്ന് പോലും അറിയൂല. അതെവിടെയാണോ ഉള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ആയത്തുൽ തഫ്സീറിൽ, മാ ജഅലല്ലാഹു മനിയ്യത അബ്ദി ബിഅർദിൻ ഇല്ലാ ജഅല ലഹു ഇലൈഹാ ഹാജ. ഒരാള് ഇന്നൊരു സ്ഥലത്ത് അവനുമായി ഒരു ബന്ധവും ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ചാണ് അവന്റെ മരണം എന്നുള്ള തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മരണസമയത്ത് അവൻ അവിടെ എത്താൻ കാരണമായ ഒരു കാര്യം, ഒരു ഹാജത്ത് അല്ലാഹു ഉണ്ടാക്കും. നമ്മ പറയാം അവർക്ക് അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടാകുന്നില്ല. ആവശ്യമുണ്ടായിരുന്നു അവൻ അവിടെയാണ് അവന്റെ മരണം. നമ്മുടെ മരണം എവിടെയാണോ ഉള്ളത് അങ്ങോട്ടേക്ക് നമ്മൾ നടന്നെത്തും. വിമാനം പിടിച്ചു പോകുന്ന ചില ആളുകൾ പറഞ്ഞില്ലേ, ഓട്ടോറിക്ഷ പിടിച്ചു പോകും, വിമാനം പിടിച്ച് നമ്മൾ പോകും. എവിടെയാണോ മനുഷ്യന്റെ അവസാനം അന്ത്യമുള്ളത് അങ്ങോട്ടേക്ക് മനുഷ്യന്മാര് പോകും. ഇന്നല്ലാഹ അലീമുൽ ഖബീർ. എല്ലാം അറിയുന്നവൻ, സൂക്ഷ്മമായി അറിയുന്നവനുമായ ഒരുത്തൻ ഉണ്ടാകണം. ഇതെല്ലാം മനുഷ്യന്റെ ദുർബലതയും മരണത്തിന്റെ യാഥാർത്ഥ്യം അതെത്രത്തോളം അടുത്താണ്. റെഡിയായി നിന്നോ, മരിക്കാൻ റെഡിയായി നിന്നോ, ആരെയും വേദനിപ്പിക്കാതെ, ആരെയും വിഷമിപ്പിക്കാതെ, ഒരാളോടും പിണങ്ങി നിൽക്കാതെ, പരിഭവമില്ലാതെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് നല്ല രീതിയിൽ മരിക്കാൻ തയ്യാറായി നിന്നോളൂ എന്നാണ് ഇത്തരം ആയത്തുകൾ ബുദ്ധിയുള്ള മനുഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ചെയ്ത് ജീവിക്കാൻ, നല്ല രീതിയിൽ അല്ലാഹുവിലേക്ക് മടങ്ങാൻ നമുക്കേവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. وصلى الله وسلم على نبينا محمد وآله وصحبه وسلم. اتقوا الله عباد الله. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മുടെ മരണത്തിന് ശേഷവും നമുക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന 7 കാര്യങ്ങൾ. അത് 7 കാര്യങ്ങളാണ് എങ്കിലും, 7 വിഷയങ്ങളാണ് എങ്കിലും അത് ഒരു മനുഷ്യൻ അത് ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ നന്മകൾ കൊണ്ട് നിറയാൻ കാരണമാകുന്ന 7 കാര്യങ്ങളാണ്. ആ കാര്യങ്ങളെല്ലാം ഖബറിൽ നീ പോയാലും നിനക്ക് കൂലി കിട്ടിക്കൊണ്ടിരിക്കും. നീ ഖബറിലാണ്, പക്ഷെ നിനക്ക് കൂലി കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനത്തെ 7 കാര്യങ്ങൾ. ഒന്ന്, മൻ അല്ലമ ഇൽമൻ. ഒരാൾ മറ്റൊരാൾക്ക് ഒരു ഇൽമു പഠിപ്പിച്ചു കൊടുത്തു, ഒരു അറിവ് പഠിപ്പിച്ചു കൊടുത്തു. അറിവ് എന്നുള്ളത് എന്താണ്? കുറെ ഇങ്ങനെ പ്രസംഗിക്കലല്ല, അതല്ല. അള്ളാഹു പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, സ്വഹാബത്ത് മനസ്സിലാക്കിയത്, ഇതാണ് അറിവ്. ബാക്കിയെല്ലാം പാഴാണ്. ബാക്കിയൊക്കെ ഇവിടെ ദുനിയാവിൽ ജീവിക്കാന്നുള്ളൂ. ആരായാലും എന്തായാലും അറിവ് എന്നുള്ളത് ഇതെത്ര എനിക്ക് എത്ര അറിയുന്നോ അത്രയും ഞാൻ അറിവുള്ളവനാണ്. എത്രയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാലറസൂലുകൾ എത്രയും അറിയാമോ അത്രയും നിങ്ങൾ ഓരോരുത്തരും, നിങ്ങളുടെ മക്കൾ ഓരോരുത്തരും അറിവുള്ളവരാണ്. അത് ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, അത് മരണശേഷവും അവൻ ഖബറിലാണ്. പഠിപ്പിച്ചു കൊടുത്തു, മരിച്ച് ഖബറിൽ പള്ളിക്കാട്ടിലാണ്. പക്ഷെ കൂലി ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഒരു പുഴ കീറിയവൻ, ഒരു നദി, ഒരു ചെറിയൊരു അരുവി, ഒരു ചാല് വെട്ടി ജനങ്ങൾക്ക് വെള്ളം കൊടുത്തവൻ. വേണ്ട, ചാല് വെട്ടാൻ കഴിഞ്ഞില്ല, ഒരു കിണർ കുഴിച്ചു. മനുഷ്യന്മാർക്ക് വെള്ളം കുടിക്കാനുള്ള സംവിധാനം, അത് കിണർ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പൈപ്പ് മതിയല്ലോ.
ഒരു പൈപ്പ് മതിയല്ലോ, വണ്ടിയിൽ വെള്ളം കൊണ്ടുവന്ന് വെക്കുക, റോഡിൽ വെള്ളം കൊണ്ടുപോയി വെക്കുക, ബസ് സ്റ്റോപ്പിൽ വെള്ളം കൊണ്ടുപോയി വെക്കുക, മനുഷ്യന്മാർക്കും കിളികൾക്കൊക്കെ വെള്ളം കൊണ്ടുപോയി വെക്കുക. എപ്പൊ ഈ അതിനുള്ള സംവിധാനങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മരിച്ചാലും മുഴുവൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഒരു മരം നട്ടത് ഈന്തപ്പന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാവ്, അല്ലെങ്കിൽ ഒരു തെങ്ങ്, ഒരു വാഴ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു എന്തോരം മരങ്ങളുണ്ട്. ഇതൊക്കെ നട്ട ആളുകൾ, തണൽ മരങ്ങളുണ്ട്. നമുക്ക് മുറിക്കാനേ അറിയുള്ളൂ, വെക്കാൻ അറിയില്ല. ആധുനിക സമൂഹത്തിന് പഴയ ആളുകൾ 50, 100, 200 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ആളുകൾ നട്ട തണൽ മരങ്ങൾ റോഡുകളിലുണ്ട്. ആ തണലുകളിലൂടെ ദിനേന ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ പോകുന്നു. അവർക്കെല്ലാം നന്മ ചെയ്തു കൊടുത്ത പ്രതിഫലം ഖബറിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതിങ്ങനെ തർക്കിച്ചുകൊണ്ട് നടന്നാൽ കിട്ടൂല. നന്മകൾ ചെയ്യാനായിട്ട് സാധിക്കണം. മനുഷ്യന്മാർക്ക് പറ്റണ കാര്യം അല്ലെങ്കിൽ ഒരു പള്ളി ഉണ്ടാക്കാൻ പറ്റില്ല, പള്ളിയിൽ ഒരു ഫാൻ കൊടുക്കാൻ പറ്റില്ല, ഒരു സ്വിച്ച് കംപ്ലൈന്റ് ആയി സ്വിച്ച് മാറ്റി, അല്ലെങ്കിൽ ചെറിയൊരു ബൾബ് കംപ്ലൈന്റ് ആയി അത് ഫ്യൂസായി അത് മാറ്റി, 10 രൂപ മതി, 20, 25 രൂപ. ഇതൊക്കെ ശ്രദ്ധിക്കുക, എന്താ ചെയ്യേണ്ടത് എന്ന് ശ്രദ്ധിച്ച് നമ്മൾ ചിലപ്പോൾ വൈകുന്നേരം മരിക്കും, പക്ഷെ ബൾബ് പിന്നെ കത്തും. ആ ബൾബ്, ആ വെളിച്ചത്തിന്റെ കീഴിൽ മനുഷ്യന്മാർ നിസ്കരിക്കും, ഖുർആനോടും ദിക്റെല്ലാം ദുആ ചെയ്യും. കൂലി ആയിരിക്കും കിട്ടും. മനുഷ്യനാക്കാൻ, മുസ്ലിമാക്കാൻ, മൂമിനാക്കാൻ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചതാണ് പാഠങ്ങൾ. അല്ലെങ്കിൽ ഒരു മുസ്ഹഫ് കൊടുത്തു, പള്ളിയിലേക്ക്, മദ്രസയിലേക്ക്, അല്ലെങ്കിൽ കോളേജിലേക്ക്, ഇവിടത്തേക്ക് ഒരാൾക്ക്, പഠിക്കുന്ന ഒരാൾക്ക്, ഓടുന്ന ഒരാൾക്ക് ഒരു പുസ്തകം കൊടുത്തു, ഒരു കിതാബ് കൊടുത്തു, ഹദീസിന്റെ കിതാബ് കൊടുത്തു എങ്കിൽ വലതൻ, അല്ലെങ്കിൽ നല്ല മക്കളെ ശേഷിപ്പിച്ചു പോയി, ദീനറിയുന്ന ഇൽമുള്ള അള്ളാഹുവിലുള്ള മക്കളെ ശേഷിപ്പിച്ചു പോയി എങ്കിൽ അവന് മരണത്തിന് ശേഷം ആ മോന് അവന് ബാപ്പാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് ഇതിന്റെ എല്ലാ പ്രതിഫലവും കിട്ടും. ഇത് 7 കാര്യങ്ങളും ഒരു മനുഷ്യന്റെ ഉച്ചൂടും ഒരു മനുഷ്യനെ മാറ്റിപ്പണിയുന്ന കാര്യങ്ങളാണ് ഈ 7 കാര്യങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ അറിയാൻ, അത് ചെയ്യാൻ, അത് മനസ്സിലാക്കാൻ ഉള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.